കണ്ണൂർ മട്ടന്നൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷുഹൈബ് കൊല്ലപ്പെട്ട കേസ് സിബിഐ അന്വേഷിക്കും. മറയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കോടതി അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെന്നും നിരീക്ഷിച്ചു. പ്രതികൾക്കെതിരെ UAPA ചുമത്തേണ്ട സാഹചര്യമുണ്ട്. അന്വേഷണവുമായി സർക്കാർ സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുക. കോടതി വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജും തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും ചേരുന്നു. ശ്യാം, CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് കോടതി. മാത്രവുമല്ല, രൂക്ഷമായ വിമർശനം ഇതുവരെ ഉണ്ടായ പോലീസ് അന്വേഷണത്തിൽ രൂക്ഷമായ വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസ് CBI അന്വേഷിക്കും. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് അന്വേഷണം CBIക്ക് വിട്ടത്. ഷുഹൈബിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി. സംസ്ഥാന സർക്കാരിനും CPM രാഷ്ട്രീയമായും സംസ്ഥാന സർക്കാരിനും ഏറെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധി. ഒപ്പം CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല, കേസിന്റെ അന്വേഷണ ചുമതല. കേസ് അന്വേഷിക്കുന്ന നിലവിലെ കണ്ണൂർ റൂറൽ പോലീസ് ഇത് സംബന്ധിച്ച കേസ് ഡയറി എത്രയും വേഗം CBIക്ക് കൈമാറണം. CBI ഇത് സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്യണം. UAPA നിലനിൽക്കുന്നതാണ് എന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAPA പ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് CBIയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഷുഹൈബ് കൊലക്കേസിൽ പ്രതികളായ CPMമാർക്കെതിരെ UAPA പ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി അതിന്റെ വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നതായി തോന്നുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒപ്പം വൈകി ആയുധം കണ്ടെടുത്തത് കോടതിയുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്ന് സംശയിക്കുന്നു. കൊലപാതകത്തിന് മുന്നിൽ, ഷുഹൈബിന്റെ കൊലപാതകത്തിന് മുന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി. കൊലയ്ക്ക് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണ്, മാത്രമല്ല പ്രാദേശികമായ കൊലപാതകമാണ് എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം, പോലീസിന്റെ വാദം കോടതി തള്ളി. കൊലയ്ക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യം മാത്രമല്ല, മറയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് സംശയിക്കുന്നു. എക്കാലവും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് കോടതിക്ക് അറിയാം, അല്ലെങ്കിൽ വ്യക്തമാണ്. എന്നാൽ ആളുകൾ യഥാർത്ഥ പ്രതികളിൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പരാതിക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്ന ആശങ്കയുണ്ട്. അവരുടെ ആശങ്കയിൽ തെറ്റു പറയാനാവില്ല. ആയുധം കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം ആയുധം കണ്ടെടുത്തുവെന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുവെന്നും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആയുധം കണ്ടെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ നാടകമായിരുന്നുവെന്ന് സംശയിക്കുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. കേസ് പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ സ്റ്റേറ്റ് അറ്റോർണി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ പറഞ്ഞത്. കാരണം ഈ ഹർജിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ പറയുന്ന പല കാര്യങ്ങളും ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന് ഈ വിഷയം പരിഗണിക്കാൻ അധികാരമില്ല എന്നായിരുന്നു കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ ഈ നിലപാടോടുകൂടി സംസ്ഥാന സർക്കാർ ഈ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടിയാണ് ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തിൽ നിന്നും ബാക്കി, പോലീസിനേറ്റ വിമർശനത്തിൽ നിന്നും അതിന്റെ ബാക്കി ഹൈക്കോടതി ഇന്ന് ആരംഭിക്കുകയും ചെയ്യുന്നത്. കേസ് പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമുണ്ട്. മാത്രമല്ല, CBI ഡയറക്ടറോടല്ല അന്വേഷിക്കാൻ പറയുന്നത്. CBIക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും യൂണിറ്റുകളുണ്ട്. അവരിൽ ആരോടെങ്കിലുമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് അവരോട് അന്വേഷിക്കാൻ പറയാം, അതിനുള്ള അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, സിംഗിൾ ബെഞ്ചിന്റെ ഇക്കാര്യത്തിൽ അധികാരമില്ല എന്ന സർക്കാരിന്റെ വാദം പൂർണ്ണമായും തള്ളുകയും ചെയ്തു. കേസിൽ CBI അന്വേഷണം വേണ്ടതില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ രാവിലെ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. കേസ് തെളിയിച്ചു കഴിഞ്ഞു. പ്രാഥമികമായ അന്വേഷണം പൂർത്തിയായി. കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റിലായി. ആയുധങ്ങളും കണ്ടെടുത്തു എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി KV സോഹൻ ഹൈക്കോടതിയിൽ അറിയിച്ച നിലപാട്. എന്നാൽ ഇത്തരം എല്ലാ നിലപാടുകളെയും പൂർണ്ണമായും CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ UAPA ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് UAPA ചുമത്താം എന്ന് പോലും കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ
ഷുഹൈബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ടി ആസഫ് അലി ഹൈക്കോടതിയിൽ ഹർജിക്കൊപ്പം നൽകിയ ചിത്രങ്ങളുണ്ട്. അതിൽ ഷുഹൈബിനെ അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ചിത്രങ്ങളായിരുന്നു. ഈ ചിത്രങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് ഇതൊന്നും സർക്കാർ കാണുന്നില്ല, ഇത്ര ക്രൂരമായി ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സർക്കാർ കാണുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതിന്റെ ബാക്കിയായി തന്നെയാണ് ഇന്ന് ഹൈക്കോടതി അതിക്രൂരമായ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് CPMകാർ ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ UAPA നിലനിൽക്കുമെന്ന കാര്യമാണ് ഹൈക്കോടതി പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBI അന്വേഷിക്കണം. ഇതിനു പിന്നിൽ, സംഭവത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ മറയ്ക്കു പിന്നിൽ കൂടുതൽ വലിയ ആളുകളുണ്ട്. ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകമായി കാണാനാവില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണത്തിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച വിധി പ്രസ്താവം ഉച്ചയ്ക്ക് 1:10 വരെ നീണ്ടു. അതിനുശേഷം 1:45 ആരംഭിച്ച വിധി പ്രസ്താവന 2:08 അവസാനിപ്പിക്കുമ്പോൾ ഷുഹൈബ് വധക്കേസിൽ മാതാപിതാക്കളുടെ അന്വേഷണ ആവശ്യം പൂർണ്ണമായും ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച്, എല്ലാ വാദവും അംഗീകരിച്ച് കേസ് CBIക്ക് വിട്ടത്. തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷിക്കുകയും ചെയ്യും. ഏറ്റവും ആദ്യം ഞാൻ ഷാമിലേക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് നിലപാടെടുത്ത ദിവസം തന്നെയാണ് കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാരിനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കുന്നതാണ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള നടപടിയും, ഒപ്പം ആ നടപടിക്രമങ്ങൾക്കിടെ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾ? രേണുക, സർക്കാരിനെയും CPMനെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നേരത്തെ രേണുക സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും CBI അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല. കാരണം ഷുഹൈബ് വധക്കേസിൽ പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനം നടക്കുന്ന ഒരു ക്രിമിനൽ കേസിൽ അന്വേഷിക്കേണ്ടത് സംസ്ഥാനത്തെ പോലീസാണ്. ആ പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അന്വേഷണം ഫലപ്രദമല്ലെങ്കിൽ മാത്രം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മതി എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെയും സഭയിൽ സ്വീകരിച്ചത്. പക്ഷേ ആ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. കാരണം നേരത്തെ തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPMനെയും അതുപോലെ തന്നെ സർക്കാരിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടാകുകയും പ്രതികളെ, CPM പ്രവർത്തകരായ പ്രതികളെ പിടികൂടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെട്ടതും ഉന്നയിച്ചതും ഇതിനു മുന്നിൽ ഗൂഢാലോചനയുണ്ട്, CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള കൊലപാതകമാണിതെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയത്. അത്തരം ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ നേതൃത്വത്തിലേക്കും അന്വേഷണം നീളുമെന്ന ഉറപ്പാണ്. നേരത്തെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറിയായ P. ജയരാജൻ 3 CBI കേസുകളിൽ അന്വേഷണം നേടുന്നു. ശുക്കൂർ വധക്കേസ് അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസിൽ കൂടി അന്വേഷണം CPMന്റെ നേതൃത്വത്തിലേക്ക് മാറിയത് CPMനെ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നടപടിയായി മാറില്ല. CPMനെ വലിയ തോതിൽ ദേശീയതലത്തിൽ പോലും ദോഷം ചെയ്യുന്ന ഒരു നടപടിയായി ഇത് മാറും. പ്രത്യേകിച്ചും BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അക്രമങ്ങളൊക്കെ തന്നെ ദേശീയതലത്തിൽ വലിയ പ്രചരണ വിഷയമായി സംസ്ഥാനത്തിനെതിരെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമമുണ്ടായി. അത്തരം ശ്രമങ്ങളിൽ ഒരു പരിധിവരെ BJP വിജയിക്കുകയും അത് CPMനെയും കേരള സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലും ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കൂടി ഇത്തരം ഒരു അന്വേഷണം നേടുന്നതോടുകൂടി CPMനെ, സർക്കാരിനെ വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടും. തീർച്ചയായും സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നതാണ്, പ്രതിപക്ഷത്തിന് കൂടുതൽ ഊർജം നൽകുന്നത് കൂടിയാണ് കേസ്. സർക്കാരിന്റെ എതിർപ്പ് മറികടന്നും CBIക്ക് വിട്ടുകൊണ്ടുള്ള കോടതി നടപടി. ഞാൻ രണ്ടുപേരിലേക്കും തിരിച്ചു വരാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് പറഞ്ഞു. ഗൂഢാലോചനക്കാരെല്ലാം പുറത്തു വരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു. പഠിച്ചവൻ എൻ്റെ ജഡ്ജിൻ്റെ മുമ്പ് പഠിച്ചവനാണ് ജഡ്ജിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി, എല്ലാ പത്രപ്രവർത്തകർക്കും എല്ലാവരും എൻ്റെ നന്ദി രേഖപ്പെട്ടു. CPMന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും പങ്കുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കൊന്നത് എൻ്റെ മകനെ കൊന്നത് എന്തെന്നാന്ന് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തെ അറിയേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇപ്പം പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. കാരണം ഇത്ര ആൾക്കാർ പിടിച്ചു, ആയുധങ്ങൾ പിടിച്ചു എന്നെല്ലാം സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം.
അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ നമുക്കൊരു എതിർവാദം പറയാൻ എന്താ പറ്റുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ? അങ്ങനെയുണ്ടോ? അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനം പോലെ എൻ്റെ തീരുമാനം അതായിരിക്കും. സത്യം ജയിക്കുമെന്ന് ഷുഹൈബിന്റെ സഹോദരി ഷർമിള പറഞ്ഞു. സിബിഐ അന്വേഷണത്തിന് സർക്കാർ എതിര് നിന്നത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രതികളെ രക്ഷിക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഷർമിള പ്രതികരിച്ചു. പഠിച്ചോ നേരിട്ടിട്ട് വന്നിട്ട് കോടതി പറഞ്ഞതാ ഇത്. സത്യമേ എപ്പോഴും ജയിക്കൂ. എന്ത് കള്ളത്തരം കളിച്ചാലും പഠിച്ചോൻ കാണുന്നുണ്ട് എല്ലാം മേലെ. അതിനുള്ള തെളിവ എല്ലാവർക്കും വേണ്ടിയിട്ട്. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, ഇതിൽ UAPA ചുമത്താമെന്ന് കോടതി പറയുന്നുണ്ട്. കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ ഗൂഢാലോചനക്കാരെ കണ്ടെത്താതെ പോകുന്നതാണ് ഈ തുടർ സംഭവങ്ങൾക്ക് കാരണം എന്ന് പറയുന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെയും CBIക്ക് കൈമാറണമെന്ന നിർദ്ദേശം കൊടുക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തന്നെയാണോ കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UAPAയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് CPMകാർ ഷുഹൈബിനെ കൊലപ്പെടുത്തിയതെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതികൾക്കെതിരെ UAPA ചുമത്താം. അതിന് ഹൈക്കോടതി അനുമതി നൽകിക്കഴിഞ്ഞു. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ UAPA നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം ഗൂഢാലോചനയാണ്. പ്രതികൾക്കെതിരെ ഇതുവരെയും ഗൂഢാലോചന ചുമത്തിയിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് നേതാക്കളിലേക്ക് ഇതിനു മുന്നിൽ CPMന്റെ ജില്ലാ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് ഷുഹൈബിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയൊരു വിഷയം ഇതിന്റെ പിന്നിൽ രണ്ടാമതായി നിൽക്കുന്നു. UAPAയ്ക്ക് തൊട്ടു പിന്നാലെ ഗൂഢാലോചന കുറ്റവും നിലനിൽക്കുന്നുണ്ട്. ഗൂഢാലോചന കുറ്റവുമുണ്ട്. അത്തരം ഒരു കാര്യവും കൂടി അന്വേഷിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ CBIയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഗൂഢാലോചന അന്വേഷിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, കേസിൽ CBI അന്വേഷണം വേണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. താങ്കൾ ഉൾപ്പെടെ അനിശ്ചിതകാല സമരം നടത്തി ഈ ആവശ്യത്തിനു വേണ്ടി പ്രതിഷേധിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കോടതി ഇടപെട്ട് CBI അന്വേഷണം ഉത്തരവിട്ടിരിക്കുകയാണ്. CBI അന്വേഷണത്തിന് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഹൈക്കോടതി വിധി CBI അന്വേഷണം വേണ്ട എന്ന് പരസ്യമായി അഭിപ്രായം പറഞ്ഞ, നിയമസഭയിൽ ഉൾപ്പെടെ ആ കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗൂഢാലോചകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഘട്ടത്തിൽ സർക്കാർ പോലും പറഞ്ഞതായിരുന്നു CBI അന്വേഷണത്തിന് തയ്യാറാണെന്ന്. അവിടെ നിന്നും പിന്നാക്കം പോയത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നേരിട്ട് അറിവുണ്ട് ഇതിലെ ഗൂഢാലോചനയെ സംബന്ധിച്ചും അതുപോലെ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തി പ്രതികളെ രക്ഷപ്പെടുത്താൻ, യഥാർത്ഥ പ്രതികളെ പിടികൂടാതിരിക്കാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആയുധം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ, അവസാനം ആത്യന്തികമായി യഥാർത്ഥ കൊലയാളികൾ, അതായത് വാടക കൊലയാളികളല്ല മറിച്ച് ഗൂഢാലോചകരാണ് യഥാർത്ഥ പ്രതികൾ. അക്രമ രാഷ്ട്രീയം ആത്യന്തികമായി കേരളത്തിൽ അവസാനിക്കണമെങ്കിൽ ഗൂഢാലോചകർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള വിലയിരുത്തലിലേക്ക് ഹൈക്കോടതി എത്തുന്നു. അതിന് ഈ സർക്കാരിന്റെ അന്വേഷണം പര്യാപ്തമല്ല, സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് കൈമാറുന്നത്. ഞങ്ങൾ ഈ വിധി പ്രഖ്യാപനത്തെ ഷുഹൈബിന്റെ ആത്മാവിന് സമർപ്പിക്കുകയാണ്. കാരണം ഒരു യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, മാതൃകാപരമായ പൊതുപ്രവർത്തകൻ, അയാളെയാണ് അരുങ്കൊല ചെയ്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു കുടുംബത്തെ അനാഥമാക്കിയത് എന്നുള്ളതിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ള ദുഃഖം, ആ ദുഃഖവും അതോടൊപ്പം സമാധാനകാംക്ഷികളായ സ്വൈര്യ ജീവിതം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഗവൺമെന്റിൽ വെറുപ്പ്, കാരണം ഭരണകൂടത്തിന്റെ തണലിൽ ഭരണകൂട ഭീകരത അത് അടിച്ചേൽപ്പിച്ചതിലുള്ള വെറുപ്പ്, ഇതെല്ലാം ഒത്തുചേർന്ന പ്രതിഫലനമായിട്ടാണ് ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിൽ ഇതൊരു ഏറ്റവും മാതൃകാപരമായ നിർണായകമായ ഒരു ഇടപെടലായി ജുഡീഷ്യൽ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ ഒരു ഇടപെടലായി വിലയിരുത്തപ്പെടുകയാണ്. ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ K. സുരേന്ദ്രൻ, BJP നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ K. സുരേന്ദ്രൻ, സർക്കാരിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ്, അതെല്ലാം തള്ളി, സർക്കാർ ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെ ഈ സാഹചര്യത്തെ കാണുന്നു? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റിനും ഏറ്റവും വലിയൊരു പ്രഹരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ നിയമസഭയിൽ മുഖ്യമന്ത്രി CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ സർക്കാരിന്റെ വാദങ്ങളൊന്നും തന്നെ ചെവിക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറായില്ല.
രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏതാനും പ്രതികൾ മാത്രം നിയമത്തിന്റെ മുമ്പിൽ വന്നാൽ പോരാ, യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചനക്കാരും കൂടി നിയമത്തിന് മുമ്പിൽ വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കുള്ളൂ എന്നുള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഫലമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു കൗണ്ട് ഡൗൺ, അവരുടെ ഒരു പതനത്തിന്റെ ആരംഭമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ കൃത്യമായിട്ട് അതിന്റെ ഗൂഢാലോചന പുറത്തു വരാൻ CBIക്ക് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയാണെങ്കിൽ ഇത്രയും കാലം CPIM പറഞ്ഞു നടന്നിരുന്ന തങ്ങൾ സമാധാനവാദികളാണ്, തങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള നിലയിലൊക്കെയുള്ള എല്ലാ പ്രചരണങ്ങളും ഇതോടുകൂടി അവർ അവസാനിക്കും. CPIM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തകർച്ചയുടെ ഒരു തുടക്കമാണിത് എന്നാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഈ CBI അന്വേഷണത്തിലൂടെ ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഈ കൊലപാതകം മാത്രമല്ല, 2-3 കൊലപാതക കേസുകൾ ഇപ്പൊ CBI അന്വേഷിക്കുന്നുണ്ട്. ആ 2-3 കൊലപാതക കേസുകൾ CBI അന്വേഷിച്ച് അതിലെ വസ്തുതകൾ പുറത്തു വരികയും ഇപ്പം പയ്യോളി മനോജിന്റെ നിങ്ങൾ കണ്ടല്ലോ, പയ്യോളി മനോജിന്റെ കേസിൽ ഉന്നതനായിട്ടുള്ള ഒരു CPM നേതാവാണ് കുടുങ്ങിയിരിക്കുന്നത്. ചന്തു എന്ന് പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, മുൻ ഏരിയ സെക്രട്ടറിയാണ് ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷുക്കൂറിന്റെ കേസ്, അതുപോലെ ഇപ്പൊ ഷുഹൈബിന്റെ കേസ് വരാൻ പോകുന്നു. ഈ കേസുകളെല്ലാം അന്വേഷിച്ചാൽ മാത്രമല്ല ഒരു 6-7 കേസുകൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയും കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കൊലപാതകം ഇരുമ്പുവറക്കുള്ളിൽ ഇരുന്ന് ആസൂത്രണം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവിടെ. ആ ആളുകളെയാണ് യഥാർത്ഥത്തിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്. ഈ പ്രതികളെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ആകാശ് തില്ലങ്കേരിയെ മുന്നിൽ നിർത്തിയത് തന്നെ CPM നേതാക്കളെ രക്ഷിക്കാനാണ് എന്നുള്ള വാദം ഒരർത്ഥത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കണമെന്നാണ് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് CPM നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തോടു കൂടി നടന്ന കൊലപാതകമാണ് എന്ന് കോടതിക്കും കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും കോടതി കണ്ടിട്ടിരിക്കുക. ശരി, വളരെ നന്ദി കെ സുരേന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. ഷുഹൈബ് വധക്കേസിലെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. ഇപ്പോൾ P ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എന്നാ പറയണ്ടേ? ഷുഹൈബ് വധക്കേസ് CBI ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം പ്രധാന ആക്ഷേപം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിലെ CPM ജില്ലാ നേതൃത്വത്തിന് വരെ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ആയോ എടയന്നൂർ കൊലപാതകം സംബന്ധിച്ച് CPM-ന് യാതൊന്നും മറച്ചു വെക്കാനില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. CBI അന്വേഷിക്കട്ടെ. ഫെബ്രുവരി 12-ാം തീയതി ഈ കൊലപാതകം നടന്നതിനെ തുടർന്ന് CPIM അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ കൊലപാതകത്തെ ഞങ്ങൾ അപലപിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് കൊലപാതകത്തിൽ പങ്കെടുത്തത് അവരെ സംബന്ധിച്ച് അന്വേഷിച്ചാവശ്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് കേരള പോലീസ് ശരിയായ നിലക്കുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഗൂഢാലോചനയുടെ കാര്യമടക്കം കേരള പോലീസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ പെറ്റീഷൻ വന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഹൈക്കോടതി ഇപ്പോൾ CBIയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് CBI അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ ഹൈക്കോടതിയിൽ ഈ ഹർജി വന്നപ്പോൾ ഗവൺമെൻറ്റിന് പറയാനുള്ളതെല്ലാം കേട്ടോ എന്ന കാര്യം ഗവൺമെൻറ്റാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അത് ഗവൺമെൻറ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. CPM-നെ സംബന്ധിച്ചിടത്തോളം എടയന്നൂർ കൊലപാതകം സംബന്ധിച്ച് അതിൻ്റെ നിലപാട് നേരത്തെ പരസ്യമായിട്ട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിലൊരു പരോക്ഷമായ വിമർശനം CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനും വന്നിട്ടില്ലേ കോടതിയുടെ ഭാഗത്തു നിന്ന്? അല്ല, കോടതിയുടെ വിധിയിൽ അങ്ങനെ വല്ലതും ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഇതേവരെ അത്തരത്തിലുള്ളൊരു യാതൊരു കാര്യവും മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന്,
CBIയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അന്വേഷിക്കട്ടെ എന്നതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. അല്ല, അത് കോടതി പറയുന്നതല്ലേ. അപ്പോൾ കോടതി ഇന്ന രൂപത്തിൽ കേസ് അന്വേഷിക്കണം എന്ന് പറയുന്നു, അന്വേഷിക്കട്ടെ. അല്ല, ഞാൻ കോടതിയാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതായത് കേരള പോലീസ് ആ കൊലക്കേസ് സംബന്ധിച്ച് ശരിയായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിലെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഡമ്മി പ്രതികളാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത് ആരാ? ആദ്യം കോൺഗ്രസ്സുകാരാണ്. പിന്നീട് അവർ തന്നെ പറഞ്ഞു ദൃക്സാക്ഷി മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ നിലക്കാണ് കേരള പോലീസ് അന്വേഷിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ മാറ്റി പറഞ്ഞല്ലോ. ഞങ്ങൾക്കങ്ങനെ മാറ്റി പറയേണ്ട യാതൊരു സാഹചര്യവുമില്ല. ആ കൊലപാതകത്തോട് പാർട്ടി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചനയടക്കം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇനി പോലീസ് അന്വേഷിക്കണ്ട, ഇനി CBI അന്വേഷിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്. പാർട്ടിയുടെ അന്വേഷണത്തെയാണ് വിശ്വാസം എന്ന് നേരത്തെ ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. അപ്പം പാർട്ടിയുടെ അന്വേഷണം എന്തായി, അല്ലെങ്കിൽ ആ നിലപാട് തന്നെയാണോ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുക? അക്കാര്യത്തിൽ പാർട്ടി നടത്തുന്ന അന്വേഷണം പാർട്ടിയുടെ ഭരണഘടന പ്രകാരമാണ്. ഇവിടെ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണം കേരള പോലീസ് ശരിയായി നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് കേരള പോലീസ് നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം പ്രധാനപ്പെട്ട ആക്ഷേപം ഒരു ഗൂഢാലോചന എന്നുള്ള രീതിയിലാണ്. CPMന്റെ മുതിർന്ന നേതാക്കൾക്ക് വരെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഢാലോചന സംബന്ധിച്ചടക്കം കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായി കുറ്റം ചെയ്തതായിട്ട് കേരള പോലീസ് എന്ന അന്വേഷണ ഏജൻസി കണക്കാക്കിയവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ അന്വേഷണം തുടരുകയാണ്. ആ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടത്. ഇനി CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിക്കട്ടെ. ഫസൽ കേസിലും ഷുക്കൂർ കേസിലും നിലവിൽ CBI അന്വേഷണം അല്ല, CBI കാട്ടിയിട്ട് CPMനെ വിരട്ടാനാരും നോക്കണ്ട. അതാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരോടും ഇതിന് ഓശാന പാടുന്ന വലതുപക്ഷ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. CPMനെ അടിച്ചമർത്താൻ പല ശക്തികളും മുൻകാലത്ത് പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് RSSും സംഘപരിവാരവും ത്രിപുരയിൽ ഗർഭിണിയടക്കം തല്ലിക്കൊന്ന സംഭവമുണ്ടായത്. വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുത്തത്. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ പദ്ധതിയാണ് RSSും സംഘപരിവാരവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കോൺഗ്രസും ചേർന്നിട്ടുള്ളത്. RSS സംഘപരിവാരം രാജ്യത്തുടനീളം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി നടത്തിയ ഒരു പ്രചരണ മുദ്രാവാക്യമുണ്ടല്ലോ, ചുവപ്പ് ഭീകരത. ആ ചുവപ്പ് ഭീകരത എന്ന മുദ്രാവാക്യം ഇപ്പോൾ കോൺഗ്രസ് കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. എടയന്നൂർ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുധാകരൻ നടത്തിയിട്ടുള്ള സത്യാഗ്രഹ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ചുവപ്പ് ഭീകരത കണ്ണൂരിലും എന്നാണ്. ഇത് RSS മുദ്രാവാക്യമാണ്. RSSും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. RSSും വിഘടനവാദികളും കോൺഗ്രസുമെല്ലാം കൂട്ടിയേർന്നുകൊണ്ടാണ് ത്രിപുരയിൽ ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആക്രമണം നടത്തുന്നത് പഴയ കോൺഗ്രസ്സുകാരാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ MLAമാരെല്ലാം BJPയിൽ ചേർന്നു. അപ്പോൾ അവർ RSSൻ്റെ നേതൃത്വത്തിൽ CPMനെ തുടച്ചു നീക്കാനുള്ള നീക്കം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CBI കാട്ടി CPMനെ വിരട്ടാമെന്ന് ആരും ധരിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷുക്കൂർ കേസിലും ഫസൽ കേസിലും പല വിയോജിപ്പുകളും പാർട്ടി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ കേസിലും തുടരും അത്തരം നിലപാടുകൾ ഉണ്ടായാൽ? അല്ല, അത് ഓരോ കേസിൻ്റെയും നിലവെച്ചിട്ടല്ലേ പറയാൻ പറ്റൂ. അത് ഓരോ ഘട്ടത്തിലും പറയും. ഈ കേസ് സംബന്ധിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അത് സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കേണ്ടതായിട്ടില്ല. ഞങ്ങൾ പരസ്യമായി പറഞ്ഞ നിലപാടാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. 11 പേരാണ് കേസിൽ അറസ്റ്റിലായത്. അതിൽ എത്ര പേര് പാർട്ടി അംഗങ്ങളാണ്? ഏതെങ്കിലും തരത്തിൽ പാർട്ടി അംഗങ്ങൾ അന്വേഷിച്ചോ? അല്ല, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കും എന്ന് മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞല്ലോ. പാർട്ടി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. അന്വേഷിച്ച് അതിൻ്റെ തീരുമാനം കൈക്കൊണ്ടാൽ മാധ്യമങ്ങളെയും അറിയിക്കും. ഈ നിയമസഹായം ഇവർക്ക് പ്രാദേശികമായി നൽകേണ്ടതില്ല എന്ന തീരുമാനം CPM എടുക്കുമോ ഈ കേസിൽ? അല്ല, അതെല്ലാം സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്.
സർക്കാർ പിന്നോക്കം പോയി എന്നാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വാരം അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് സമാധാന യോഗം ചെയ്ത് മന്ത്രി കൃത്യമായി CBI അന്വേഷണം പറയുന്നത്. അല്ല, മന്ത്രി കേരള സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം നോക്കാതെ നടപടി, ആരുൾപ്പെട്ടാലും അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ തന്നെ കാരണം പറഞ്ഞുകൊണ്ട് ശരിയായ നിലക്കാണ് പോലീസ് അന്വേഷിക്കുന്നത്, ശരിയായ നിലക്കാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയേണ്ടി വന്നല്ലോ. അങ്ങനെ മാറ്റി പറയേണ്ട അവസ്ഥ CPM-നോ ഗവൺമെൻറ്റിൻ്റെ നേതാക്കന്മാർക്കോ ഉണ്ടായിട്ടില്ല. അന്ന് മന്ത്രി AK ബാലൻ കണ്ണൂരിൽ വന്നപ്പോൾ ഏതന്വേഷണവും ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ശരിയായിട്ടുള്ള ദിശയിലാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. പക്ഷേ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തുടനീളം CPM-നെ വേട്ടയാടാനുള്ള സംഘപരിവാർ ശക്തികളുടെ പരിശ്രമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ CBI-യെ കാട്ടി വരട്ടാമെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം കൂടെ, കോൺഗ്രസിനടക്കം ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞു ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നതെന്ന്. പക്ഷേ ഈ സർക്കാരിന്റെ നിലപാട്, അതായത് കോൺഗ്രസിനടക്കം ബോധ്യപ്പെട്ട നിലപാട് കോടതിയിൽ ബോധിപ്പിക്കാൻ സർക്കാർ പരാജയപ്പെട്ടോ? അങ്ങനെ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് അല്ല, അത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് കേട്ടിട്ടാണോ കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് എന്ന കാര്യം ഗവൺമെൻറ്റാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്ന പുസ്തകം പോലെയാണ് ഇതിൻ്റെ നിലപാട്. 12-ാം തീയതി സംഭവം നടന്നു. 13-ാം തീയതി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ സംഭവത്തെ തള്ളിപ്പറയുന്നു. ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെതിരായിട്ടും നടപടിയെടുക്കുന്നതിന് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസ് അന്വേഷിച്ച് ശരിയായ ദിശയിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് താങ്കളടക്കം ഇപ്പോൾ സമ്മതിച്ചല്ലോ. ആ ഘട്ടത്തിൽ കോടതി പറയുന്നു CBI അന്വേഷിക്കണം. CBI അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ. CBI-യെ കാട്ടി CPM-നെ വിരട്ടാൻ നോക്കേണ്ട എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. CPM-ന് ഷുഹൈബ് വധക്കേസിൽ CPM-ന് ഒന്നും മറയ്ക്കാനില്ല. CBI കേസ് അന്വേഷിക്കട്ടെ. ഇതുവരെയുള്ള പോലീസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു. ഗൂഢാലോചനയുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് പോലും കോൺഗ്രസിന് പോലും ആ അന്വേഷണത്തിൽ യാതൊരു അതൃപ്തിയുമില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. CBI അന്വേഷണം നടക്കട്ടെ എന്നാണ് P. ജയരാജൻ പറയുന്നത്. ഗവൺമെന്റിന് സർക്കാരിന്റെ കാര്യങ്ങൾ എല്ലാം കോടതിയെ ബോധിപ്പിക്കാൻ ആയിട്ടുണ്ടോ എന്ന് സർക്കാർ തന്നെ പരിശോധിക്കട്ടെ എന്നും P. ജയരാജൻ പറയുന്നു. രാജ്യത്ത് CPM-നെ വേട്ടയാടാൻ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഉള്ള ശക്തികൾ ശ്രമിക്കുന്നു. ആ നീക്കത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നും P. ജയരാജൻ പറയുന്നു. ഷുഹൈബ് വധക്കേസിലെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികൾ രക്ഷപ്പെടുകയാണ്. ഇത് അവസാനിപ്പിക്കണമെന്നും ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ KPCC-യും പ്രതിപക്ഷ നേതാവും ശ്രീ സുധാകരനും ഞങ്ങളെല്ലാം UDF ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ കാര്യത്തിൽ ആരംഭം മുതൽ മുഖ്യമന്ത്രിയും ഗവൺമെന്റും എടുത്തിട്ടുള്ള നിലപാടുകളുടെ കനത്ത തിരിച്ചടിയാണ് ഈ വിധി. കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ CBI അന്വേഷണം സഹായിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തിനാണ് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയത്. കൊലപാതക രാഷ്ട്രീയം CPM അവസാനിപ്പിക്കണമെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അത്രയും ഗുരുതരമായ രീതിയിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ആ ഗവൺമെന്റ് ആവർത്തിച്ച് പറയുന്നു നിഷ്പക്ഷമായി നീതിപൂർവകമായി കേരള പോലീസ് അന്വേഷിക്കും. എങ്കിൽ ആരന്വേഷിച്ചാൽ എന്താ അവർക്ക്? കേരള പോലീസ് തന്നെ അന്വേഷിക്കണമെന്നുണ്ടോ? നീതിപൂർവകമായി ഇവർ അന്വേഷിക്കുന്നു എങ്കിൽ ഇവർക്ക് ആരന്വേഷിച്ചാലും എന്ത് വന്നാലും ഇവർക്ക് എന്താ പ്രശ്നം? അപ്പൊ ഇവരുടെ പ്രശ്നം ഇവർക്ക് ഇതിനകത്ത് എന്തോ ഒളിക്കാനുണ്ട്, ഒളിപ്പിക്കാനുണ്ട് എന്നതിന്റെ സത്യസന്ധമായ പ്രഖ്യാപനമാണ് ആ ഡിമാൻഡ്.